തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിയിൽ സൂക്ഷ്മ പരിശോധനയ്ക്ക് ഒരുങ്ങുകയാണ് CPM. തോൽവിയുടെ കാരണം കണ്ടെത്താൻ 22 ചോദ്യങ്ങളടങ്ങിയ ചോദ്യാവലിയാണ് കീഴ്ഘടകങ്ങൾക്ക് CPM നൽകിയത്. വോട്ട് ചേർക്കൽ മുതൽ സ്ഥാനാർത്ഥി നിർണയത്തിലെ പ്രശ്നങ്ങളും പ്രദേശത്ത് വർഗീയ സംഘടനകളുടെ വളർച്ചയുമൊക്കെ വ്യക്തമാക്കണമെന്നാണ് നിർദ്ദേശം. VV അരുൺ വിവരങ്ങളുമായി. അരുൺ, സാധാരണഗതിയിൽ ഒരു തോൽവി ഉണ്ടാകുമ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുകയല്ല വേണ്ടത്, വിവരങ്ങൾ തേടുകയാണ് വേണ്ടത്. പക്ഷേ ഇതിപ്പോൾ ഒരു ചോദ്യാവലിയൊക്കെയായി ആണെന്ന് തോന്നുന്നു CPM അന്വേഷണത്തിന് ഇറങ്ങുന്നത്. എന്തായിരിക്കും മോഡസ് ഓപ്പറാൻഡി? ശ്രീജ, സാധാരണഗതിയിൽ CPM തോൽവിയുടെ കാരണങ്ങൾ ആദ്യം പഠിക്കുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റാണ്. പിന്നീട് സംസ്ഥാന കമ്മിറ്റിയുമൊക്കെ പഠിച്ച് ഈ കാര്യങ്ങൾ താഴേക്ക് പോകും. താഴെ ബ്രാഞ്ച് തലം വരെ അവർ ആ റിപ്പോർട്ട് നേതൃത്വത്തിൻ്റെ തോൽവിയുടെ കാരണങ്ങൾ, വീഴ്ചകൾ എവിടെയെന്നൊക്കെ കണ്ടെത്തുന്ന റിപ്പോർട്ടുകൾ കീഴ്ഘടകങ്ങൾ ചർച്ച ചെയ്യാൻ കൊടുക്കും. പിന്നീട് അവിടെ നിന്നുള്ള കാര്യങ്ങൾ കൂടി, അവിടെ നിന്നുള്ള നിർദ്ദേശങ്ങൾ കൂടി സ്വീകരിച്ചാണ് അന്തിമ റിവ്യൂ റിപ്പോർട്ട്, തോൽവിയായാലും വിജയമായാലും അതിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് CPM തയ്യാറാക്കുക. ഇത്തവണ അങ്ങനെയല്ല. സെക്രട്ടേറിയറ്റ് കാര്യമായി ഈ വിഷയത്തിൽ ഒരു വിലയിരുത്തൽ നടത്തിയിട്ടില്ല. പ്രാഥമിക വിലയിരുത്തൽ മാത്രമാണ് MV ഗോവിന്ദൻ നേതൃത്വത്തിലുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയത്. സംസ്ഥാന സമിതി ഈ ആഴ്ച ചേരാനിരിക്കുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ കീഴ്ഘടകങ്ങളോട് ഒരു നിർദ്ദേശം നൽകുകയായിരുന്നു CPM. തോൽവിയുടെ കാരണങ്ങൾ വളരെ കൃത്യമായി തന്നെ പഠിച്ച് പറയണം. ഒരു ക്വസ്റ്റ്യനെയറാണ് CPM ഇത്തവണ ബൂത്ത് കമ്മിറ്റികൾക്ക് നൽകിയിരിക്കുന്നത്. അത് ബൂത്ത് കമ്മിറ്റി തിരഞ്ഞെടുപ്പ് ആകുമ്പോൾ സ്വാഭാവികമായും പാർട്ടി ഘടകങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മിറ്റികളായി മാറും. ബൂത്ത് കമ്മിറ്റികൾക്ക് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലെ റിവ്യൂ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് 22 ചോദ്യങ്ങൾ അടങ്ങിയ ഒരു ക്വസ്റ്റ്യനെയറാണ് CPM നൽകിയിരിക്കുന്നത്. ആദ്യം അതിൽ ഏരിയയിൽ നടത്തിയ തയ്യാറെടുപ്പുകൾ, വോട്ടേഴ്സ് ലിസ്റ്റ് പേര് ചേർക്കുന്ന പ്രവർത്തനം, ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം അതുതന്നെയാണ്. അതിൽ വീഴ്ചയുണ്ടായെന്ന കാര്യത്തിൽ പരിശോധനയ്ക്കാണ് നിർദ്ദേശം നൽകുന്നത്. ബൂത്ത്, വാർഡ്, ശില്പശാല വോട്ടർമാരെ ഫലപ്രദം പരിശോധിച്ചു തുടങ്ങിയ ചോദ്യങ്ങൾ, നമുക്ക് ലഭിക്കുമെന്ന് കരുതി എത്ര വോട്ടുകൾ ഓരോ തദ്ദേശ സ്ഥാപനത്തിലും ചെയ്യാൻ ബാക്കിയുണ്ട്. അതായത് CPMൻ്റെ ഒരു പൊളിറ്റിക്കൽ വെരിഫിക്കേഷൻ ഉണ്ട്. തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ബൂത്തിലിരിക്കുന്ന ആളുകൾ, തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തന്നെ ബൂത്തിലിരിക്കുന്ന ആളുകൾ പാർട്ടിക്ക് കിട്ടാവുന്ന, മുന്നണിക്ക് കിട്ടാവുന്ന വോട്ടുകളുടെ കണക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാകും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വോട്ടർമാരെ ബൂത്തിലേക്ക് എത്തുകയും വരാത്ത ആളുകളെ വിളിച്ചു വരുത്തുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് വച്ചതിൽ എത്ര വോട്ട് ഇനിയും ചെയ്യാൻ ബാക്കിയുണ്ട്, വരാതെ പോയ വോട്ടർമാർ എത്ര, LDFന് കിട്ടേണ്ട രാഷ്ട്രീയ വോട്ടുകൾ, അത് കിട്ടാതെ പോയ വോട്ടുകൾ എത്രയെന്ന കണക്ക് കൃത്യമായി തന്നെ ഹാജരാക്കണം. ജില്ലാ പഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി എന്ന നിലയിൽ ഇത് കണക്കാക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നവമാധ്യമ രംഗത്ത് എത്ര വാർഡുകളിൽ ഗ്രൂപ്പുകൾ രൂപീകരിച്ചിട്ടുണ്ട്, ഈ രംഗത്ത് തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഈ നവമാധ്യമ ഇടപെടൽ എത്രത്തോളം നടത്തിയിട്ടുണ്ട്, സ്പെഷ്യൽ ക്യാമ്പയിൻ്റെ ഭാഗമായി എത്ര പത്രം, പാർട്ടി പത്രം ചെയ്തിട്ടുണ്ട്, സ്വാഭാവികമായി എപ്പോഴുള്ള ചോദ്യമാണത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് റിസൾട്ട് വിശദമായി തന്നെ ഉൾക്കൊള്ളിക്കണം. അത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യണം. ഇപ്പോൾ കിട്ടിയ വോട്ടുകൾ മാത്രമല്ല, കഴിഞ്ഞ തവണ എത്ര വോട്ട് കിട്ടി, അതിന് എത്ര കുറവാണ് ഉണ്ടായെന്ന കൃത്യമായ കണക്കെടുപ്പുണ്ടാകണം. UDFൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്, ആ പ്രദേശത്ത് BJPയുടെ നില എന്താണ്, SDP, വെൽഫെയർ പാർട്ടി എന്നിവയുടെ പ്രവർത്തനം എങ്ങനെയാണ് ഓരോ പ്രദേശത്തും എന്ന കാര്യങ്ങൾ വ്യക്തത വേണം. ഏരിയയിലെ ഫലത്തെ സ്വാധീനിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്, പാർട്ടി ഘടകങ്ങൾ കരുതുന്നത്, എന്താണ് തോൽക്കാനുള്ള കാരണങ്ങളെന്ന് അവർ വിലയിരുത്തുന്നു. ആ ചോദ്യങ്ങൾ ഇതിൻ്റെ ഭാഗമായി ചോദിക്കുന്നു. നമ്മുടെ ദൗർബല്യങ്ങൾ എന്തെല്ലാമാണ്, സർക്കാരിൻ്റെ നവംബർ പ്രഖ്യാപനം, ഏറ്റവും പ്രതീക്ഷയോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി കാത്തിരുന്നത്, പ്രതീക്ഷയോടെ ഇരുന്നത് സർക്കാരിൻ്റെ ക്ഷേമ പ്രഖ്യാപനങ്ങൾ വോട്ടായി മാറുമെന്നുള്ളത് തന്നെയാണ്. അതാണ് നവംബർ പ്രഖ്യാപനം എന്ന പരാമർശവുമായി ഇതിലുള്ളത്. നവംബർ പ്രഖ്യാപനം ബന്ധപ്പെട്ട യോഗങ്ങൾ ചെയ്യണമെന്ന പാർട്ടി തീരുമാനം എത്രത്തോളം നടപ്പിലായി, നേരിട്ട് ഓരോരുത്തരെയും കാണണമെന്ന തീരുമാനം എത്രത്തോളം നടപ്പിലായി, അതായത് സർക്കാരിൻ്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ വീഴ്ചയുണ്ടായോ എന്ന വലിയ പരിശോധന CPM നടത്തുകയാണ്. വർഗ ബഹുജന സംഘടനകൾ, പോളിംഗ് സ്ക്വാഡുകൾ, വോട്ടിംഗ് രംഗത്തെ പ്രവണത എന്താണ്, യുവജനങ്ങളുടെ പ്രവർത്തനങ്ങളിലെ പങ്കാളിത്തം എങ്ങനെ ഉണ്ടായിരുന്നു, സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട നടപടി വേണ്ടി വന്നിട്ടുണ്ടോ, പൊതുസ്വീകാര്യ സ്ഥാനാർത്ഥികളുടെ ദൃഷ്ടിക്ക് വല്ല പോരായ്മ, അതായത് സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ അപര്യാപ്തതകൾ, പോരായ്മകൾ ഉണ്ടോ എന്ന പരിശോധനയും ഇതിൻ്റെ ഭാഗമായി CPM നടത്തുന്നുണ്ട്. മുന്നണിയുടെ പ്രവർത്തനം എങ്ങനെയാണ്, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ സബ് കമ്മിറ്റികളുടെ പ്രവർത്തനം എങ്ങനെയാണിത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ സംബന്ധിച്ച് പ്രത്യേകം വിലയിരുത്തൽ വേണം. ഇങ്ങനെ 22 കാര്യങ്ങൾ, തോൽവിയുടെ കാരണങ്ങൾ തേടി CPM എല്ലാ ഘട്ടത്തിലും CPM വിജയവും പരാജയവും ഒക്കെ കീഴ്ഘടകങ്ങൾ വരെ പരിശോധിച്ച് പോകാറുണ്ട്. തോൽവിയുടെ കാരണങ്ങൾ തേടി ഇത്തവണ CPM റൂട്ടിലേക്ക് പോകുമ്പോൾ, കീഴ്ഘടകങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ 22 ചോദ്യങ്ങളാണ് പാർട്ടി ഘടകങ്ങൾക്ക്, ബൂത്ത് കമ്മിറ്റികൾക്ക് മറുപടി നൽകേണ്ടി വരിക. വലിയ തിരിച്ചടിയെന്ന് CPM പരോക്ഷമായി സമ്മതിക്കുന്നതിൽ പോലും, പ്രത്യക്ഷമായി സമ്മതിക്കുന്നതിൽ പോലും പരോക്ഷമായി അവർ തിരിച്ചറിയുന്നു. വലിയ തിരിച്ചടിയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ തിരിച്ചടി മറികടക്കാൻ, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത്ര വിശദമായ ഒരു പരിശോധനയിലേക്ക് CPM കടക്കുന്നത്. സാധാരണഗതിയിലുള്ളതിന് വ്യത്യസ്തമായി ഇത്തവണ കീഴ്ഘടകങ്ങളുടെ റിപ്പോർട്ട് കൂടി ലഭിച്ച ശേഷമാകും CPM സംസ്ഥാന നേതൃത്വം ഈ അന്തിമ അവലോകനത്തിലേക്ക് കടക്കുകയും അവലോകന റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്യുന്നത്. അവിടെയാണ് 22 ചോദ്യങ്ങളുടെ ഒരു ചോദ്യാവലി ബൂത്ത് കമ്മിറ്റികൾക്ക് CPM നൽകിയിരിക്കുന്നതിന് വിശദാംശങ്ങളാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിടുന്നത്. ആ ചോദ്യാവലിയാണ് CPM തയ്യാറാക്കി നൽകിയ ചോദ്യാവലിയായിട്ട് വിശദാംശങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്.
അരുൺ, ഒരു കാര്യം കൂടി, ഇപ്പോൾ സംസ്ഥാന തലത്തിൽ അങ്ങനെ ഒരു യോഗം ചേരുന്നതിന് മുൻപ് അല്ലെങ്കിൽ വിലയിരുത്തൽ നടത്തുന്നതിന് മുമ്പാണ് ഇപ്പോൾ താഴെ തട്ടിലേക്ക് ഇത് കൊടുക്കുന്നത്. തിരുവനന്തപുരത്ത് ഇന്ന് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യോഗം ചേരുന്നുണ്ടല്ലോ. ഒരുപക്ഷെ സംസ്ഥാനത്തൊട്ടാകെ ഉണ്ടായ പരാജയത്തിലും CPM-നെ നാണക്കേടിലാക്കിയത് തിരുവനന്തപുരം നഗരസഭയിലുണ്ടായ ക്ഷീണമാണ്. അത് BJP NDA പിടിച്ചെടുത്തു എന്ന് പറയുന്നത് അവർക്കുണ്ടാക്കുന്ന ക്ഷീണം ചെറുതല്ല. തിരുവനന്തപുരത്ത് എന്തൊക്കെ തിരിച്ചടിച്ചു എന്നാണ് CPM-ന്റെ പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ? CPM-ന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ഇന്നലെ ചേർന്നിരുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം പോരായ്മകൾ ഉണ്ടായി. ഒരു സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഒരു വിശദീകരണമായ എല്ലാ ആ കാര്യങ്ങൾ പുറത്തു വന്നത്. സംസ്ഥാന നേതൃത്വം ഏതെങ്കിലും തരത്തിൽ ഇതാണ് തോൽവിയുടെ കാരണമെന്ന് പറഞ്ഞ് റിപ്പോർട്ടിംഗ് ആയിരുന്നില്ല ഇതിന് സംഭവിച്ചത്. പകരം നിങ്ങൾ പറയൂ എന്താണ് സംഭവിച്ചത്. അവിടെയാണ് ചില അഭിപ്രായങ്ങൾ വിമർശനങ്ങളും ഒക്കെ ഉയർന്നു വന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രത്യേകിച്ചും വാഴൂട്ടുകോണത്ത് അടക്കം ഉണ്ടായ തോൽവി, അവിടെ വിമതൻ 500-ൽ പരം വോട്ട് പിടിച്ച് BJP-ക്ക് വാഴൂട്ടുകോണം പോലെ CPM-ന്റെ ഒരു കോട്ട എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള ഒരു വാർഡാണ്. അത് ഇത്തവണ BJP അവിടെ വിജയിച്ചു വന്നു. അത്തരം കാര്യങ്ങളിലേക്ക് അവിടെ വീഴ്ചയുണ്ടായെന്നൊരു വിമർശനം ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉയർന്നു വന്നു. അവിടെ മാത്രമല്ല, പലയിടങ്ങളിലും പൊതുവിൽ വിമതരുടെ ശല്യം കൂടിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു CPM-ന്. തിരുവനന്തപുരം ജില്ലയിൽ നഗരസഭയിൽ പ്രത്യേകിച്ചും ഇത്ര വലിയൊരു പോരാട്ടം നടത്തുമ്പോഴും വിമതന്മാരെ പിന്തിരിപ്പിക്കാൻ കഴിയാതെ പോയി. വളരെ പ്രധാനികൾ തന്നെ വിമതന്മാരായി CPM-ന് തലവേദന ഉണ്ടാക്കാൻ വന്നു. ചിലയിടങ്ങളിലൊക്കെ CPM ആ വിമത ശല്യമൊക്കെ മറികടന്ന് ഉള്ളൂരൊക്കെ അത്തരം അനുഭവമാണുള്ളത്. പക്ഷേ വട്ടിയൂർക്കാവിൻ നിയമസഭാ മണ്ഡലത്തിൽ പലയിടങ്ങളിലും വിമത ശല്യം CPM തിരിച്ചടിയായിട്ടുണ്ട്. വാഴൂട്ടുകോണം നഷ്ടപ്പെടാൻ അത് ഇടയാക്കിയിട്ടുണ്ട്. മറ്റു ചില മണ്ഡലങ്ങളിൽ കൂടി അത്തരം വാർഡുകളിൽ അത്തരം പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത്തരം കാര്യങ്ങളൊക്കെ ഇതിനെ വിമർശന വിധേയമായി തന്നെ വന്നിട്ടുണ്ട്. ഇന്ന് ജില്ലാ കമ്മിറ്റി യോഗം ചേരുമ്പോൾ കുറച്ചുകൂടി ആഴത്തിലുള്ള ചർച്ചകൾ നടക്കും. സംഘടനാപരമായി പാളിച്ചയുണ്ടായെന്ന് CPM പ്രാഥമികമായി തന്നെ വിലയിരുത്തുന്നുണ്ട്. ചില നേതാക്കൾക്ക് ചില വാർഡുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു. അത് മറികടന്നുകൊണ്ട് അവർ മറ്റു വാർഡുകളിലേക്ക് അവിടെ പ്രവർത്തനം വ്യാപിപ്പിച്ചു. അങ്ങനെ ഒരു വീഴ്ചയുണ്ടായെന്ന വിലയിരുത്തൽ ഇന്നലെ പ്രാഥമികമായി സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും കേന്ദ്ര കമ്മിറ്റി അംഗം പുത്ര ദിനേശനും ഒക്കെ പങ്കെടുത്തുകൊണ്ടാണ് ഇന്നലെ സെക്രട്ടേറിയറ്റ് യോഗം ജില്ലാ സെക്രട്ടറി ചേർന്നത്. ഇന്ന് ജില്ലാ കമ്മിറ്റി 10 മണിക്ക് ആരംഭിക്കും. അപ്പോൾ കുറച്ചുകൂടി വിശദമായ ചർച്ചകളിലേക്ക് CPM കടക്കും. വലിയ സംഘടനാ വീഴ്ചയുണ്ടായെന്ന് തന്നെയാണ് CPM-ന്റെ വിലയിരുത്തൽ. അതിനൊപ്പം തന്നെ നഗരസഭാ ഭരണം കൈവിട്ടുപോയെന്ന അതീവ ഗുരുതരമായ സ്ഥിതിവിശേഷമുണ്ട്. നിയമം BJP ജയിച്ചതിന് അക്കൗണ്ട് നിയമസഭയിൽ തുറന്നതിന് കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുന്ന, തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചതിന് കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുന്ന CPM-ന്റെ മേൽ ഇപ്പോൾ വലിയൊരു പഴിയുണ്ട്. അത് നഗരഭരണം പതിറ്റാണ്ടുകൾ കൈവശം വച്ചിരുന്ന, അടക്കി ഭരിച്ചിരുന്ന നഗരഭരണം BJP-ക്ക് അടിയറ വച്ചു എന്ന ചീത്തപ്പേര് CPM-ന് എക്കാലവും ഉണ്ടാകും. അത് മറികടക്കാനുള്ള വഴികൾ കൂടിയാകും CPM-ന്റെ ഈ അവലോകന ചർച്ചകളിലും റിപ്പോർട്ടുകളിലും ഒക്കെ ഉണ്ടാവുക. ഇന്നത്തെ ജില്ലാ കമ്മിറ്റി യോഗം വിശദമായി തന്നെ ഈ പരാജയ കാരണങ്ങളിലേക്ക് ചർച്ച കടക്കുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ശരി, VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. തോറ്റതെങ്ങനെ എന്ന് കൃത്യമായി പഠിക്കാനാണ് CPM-ന്റെ ആലോചന. അതിനായി പതിവ് രീതികളൊക്കെ ഒന്ന് പൊളിച്ചു പണിയുകയാണ്. സംസ്ഥാന തലത്തിൽ തീരുമാനമെടുത്ത് അല്ലെങ്കിൽ അഭിപ്രായം രൂപീകരിച്ചത് താഴെത്തട്ടിലേക്ക് പോകുന്നതിന് പകരം ഇത്തവണ താഴെത്തട്ടിലേക്കൊരു ക്വസ്റ്റ്യനെയർ കൊടുക്കുന്നു. അതിൻ്റെ ഉത്തരങ്ങൾ കിട്ടുമ്പോൾ ആ തീരുമാനം അല്ലെങ്കിൽ ആ അവലോകനം പൂർണ്ണമാകുമെന്നാണ് CPM ഇത്തവണ വിലയിരുത്തുന്നത്. ആ ചോദ്യാവലിയുടെ വിവരങ്ങളാണ് ഇപ്പോൾ News 18 പുറത്തുവിട്ടത്. VV അരുണാണ് വിവരങ്ങൾ നൽകിയത്.